ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവൻ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, ഇത് നിങ്ങൾ കാണണം, പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് പിള്ളേരെ സെക്സ്വലി അബ്യൂസ് ചെയ്യാം. ഓക്കെ, ഇവനും ഇത് അയച്ചിട്ടുള്ളത്, മമ്മും ഇത് അയച്ചിട്ടുള്ളത്. സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ഫിസിക്കലി കോണ്ടാക്ട് ആവാനമാര്, ഫിസിക്കലി മാസ്റ്റർബേഷൻ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ പിള്ളേരുടെ വളർച്ച ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത് ഭീകരത ചെയ്തു. ഇതിനെയൊക്കെ പിടിച്ച് അകത്തിടണം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെ ലൈവുകൾ കാണുന്നത് കൊച്ചു പിള്ളേരാണ്. അതിൽ പച്ചക്ക് എടുത്തിട്ടേക്കാണ്. എഫ്സിൻ ഫയല് കണക്ക് തൊപ്പി ഫയല്. കാരണം ആ വീട്ടിനകത്ത് ഇവന്മാര് കാണിച്ചു കൂട്ടിയ തന്തയില്ലാത്ത പരിപാടികൾ. അതും 18 വയസ്സിന് താഴെയുള്ളവന്മാരും, അല്ലെങ്കിൽ 18, 19, 20 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സ് പിള്ളേര്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ നാടിന്റെ പോക്ക് അല്പം ഫെയിമിനും അല്ലെങ്കിൽ കുറച്ച് കാശിനും വേണ്ടി എന്ത് പോക്കെടുത്തിട്ടും കാണിക്കാം സോഷ്യൽ മീഡിയയിൽ. കുറച്ച് കാശായി കഴിയുമ്പോഴത്തേക്ക് ഡ്രഗ്സ്, സെക്സ്, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കുറച്ച് കാര്യങ്ങള്, ഇല്ലീഗലായിട്ടുള്ള ഡീലിങ്ങുകള്, അതൊക്കെയാണ് ഇന്നത്തെ ലോകം. നമ്മുടെ ലോകമേ മാറി, നമ്മുടെ കേരളമേ മാറി. മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലും ഉള്ളവർക്ക് ലൈവായിട്ട് ഇരുന്ന് കണ്ട് ചിരിക്കാനും നമ്മുടെ നാടിനെ കുറ്റം പറയാനും ഉള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ 2K പിള്ളേര് അമ്മാതിരിയുള്ള പരിപാടികളാണ് ഈ സോഷ്യൽ മീഡിയകളിലും ഒക്കെ കാണിച്ചു വെക്കുന്നത്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് തൊപ്പിയുടെ ഇന്നലത്തെ ആ ഒരു ലൈവ്. അത് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ എന്റെ പൊന്നോ, ഇങ്ങനെയൊക്കെ നടക്കും നമ്മുടെ നാട്ടില്. ഇവന്മാര് ഡ്രഗ്സ് യൂസ് ചെയ്യാണ്. ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ഇവന്മാര് ഫിസിക്കലായിട്ട് പരിപാടി, അതും ആണുങ്ങൾ തമ്മില്. ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ശരി വരാം, പക്ഷെ ഇതിനൊരു ഭീകരത നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കുക. ഈ സാമാനം അടിച്ച് തലയിലോട്ട് കയറുമ്പോഴത്തേക്ക് ഇവന്മാരുടെ ഒരു മൈൻഡ് സെറ്റ്, ഒരുമാർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. അത് അവരുടെ തലവനായ ആള് തന്നെ വന്ന് പറയാണ്. തൊപ്പി ഇത് റിവീൽ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇവന്മാര് ഈ സാമാനം അടിച്ചു കയറ്റിയിട്ട് തൊപ്പിയെ കൊല്ലാനായിട്ട് ഇവന്മാർ പ്ലാൻ ഇട്ടെന്നാണ് പുള്ളിയുടെ ലൈവിൽ കൂടെ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവന്മാരെ വളർത്തിക്കൊണ്ട് വന്ന ആള്, ഇവന്മാരൊന്നുമില്ലായിരുന്നപ്പോ ഇവന്മാരെ 4 പേർക്ക് പരിചയപ്പെടുത്തിയ ഒരാള്, അയാളെ അവരെ കൊല്ലാൻ ഇവന്മാര് തുണിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കി. അതിന്റെ ഭീകരത എന്താണ്? ഓപ്പറേഷൻ തൂഫാൻ ഒക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലേ? തൂക്കിയെടുത്തകത്തിടണം സാർ, തൂക്കിയെടുത്തകത്തിടണം. പ്രായഭേദം ഒന്നും നോക്കണ്ട. അവന്മാരിനി എത്ര വലിയ സ്ട്രീമർ ആയാലും എത്ര വലിയ പോപ്പുലാരിറ്റി ഉള്ള ആൾക്കാരായാലും ഈ പിള്ളേരെ ഇവന്മാർ വഴിതെറ്റിക്കും. തൊപ്പി പോലുള്ള സ്ട്രീമേഴ്സിന്റെ അല്ലെങ്കിൽ തൊപ്പി റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രീമേഴ്സിന്റെ ഒക്കെ ഈ ലൈവ് കാണുന്ന പിള്ളേരാണ് നമ്മുടെ ഭാവി തലമുറ. ഇവന്മാരൊക്കെ കാരണം വഴിതെറ്റി പോകും. ഇതിന് ശക്തമായ നിയമ നടപടി എടുത്തേ പറ്റത്തുള്ളൂ സാർ. നമുക്കിനി ഒരു ബോധമുള്ള ഒരു പുതിയ തലമുറ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അമ്മാതിരി പരിപാടികളാണ് ഇപ്പോഴത്തെ പിള്ളേർ ചെയ്തു വെക്കുന്നത്. എല്ലാത്തിനും കാരണം എന്താ ഇവിടുത്തെ സിസ്റ്റമാണ് ഇതിനെല്ലാം കാരണം. ഈ റിലേറ്റഡ് ആയിട്ട് കുറെ വീഡിയോസ് ഓൺലൈൻ സൈറ്റുകളിലും ഓൺലൈൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റാ, യൂട്യൂബ് അങ്ങനെയുള്ളത് എല്ലാം വരുന്നുണ്ട്. തൊപ്പി തന്നെ ഒരു 2 മണിക്കൂറുള്ള ഒരു വീഡിയോ ലൈവ് തന്നെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പിള്ളേർ കാണുന്നതാണ്. ഇതിന് എന്തെങ്കിലും ഒരു തക്കതായിട്ടുള്ള ഒരു ശിക്ഷ, അല്ലെങ്കിൽ ഈ പിള്ളേരുടെ ഈ ഒരു ഡ്രഗ്സിന്റെ ഉപയോഗം ഇതിന് എന്തെങ്കിലും ഒരു അറുതി വരുത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് മുടിയും. നമുക്ക് പുതിയ തലമുറ ഉണ്ടാവും, പക്ഷെ ഒന്നിനും ബോധം കാണില്ല. നമ്മുടെ നാടെന്താ ഇങ്ങനെ, നമ്മുടെ പിള്ളേരെന്താ ഇങ്ങനെ അറിയില്ല. ഇതിനൊരു സിസ്റ്റം കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്ക് പുതിയ തലമുറ ഉണ്ടാവില്ല. ബോധമുള്ളൊരു തലമുറ നമുക്ക് ഉണ്ടാവില്ല.